ഹലോ ഗായ്സ്, ബാക്ക് ടു മീ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ലോ വ്ളോഗായിരിക്കും. ഏകദേശം എല്ലാ കാര്യം സെയിം ആയിരിക്കും. ഇന്നൊരു ലേസി മോർണിംഗ് ആണ്. ഞാൻ എണീച്ചത് തന്നെ ഒരു 9:30-10 മണിയാണ്. ബാക്കി എല്ലാ ടൈമും കുറച്ച് 7 മണി, അത്ര നേരത്തെ അല്ലെങ്കിൽ 7 മണി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെയാണ്. പിന്നെ എൻ്റെ എല്ലാ മോർണിംഗും ഞാൻ ഇവരെ കൂടെയാണ് സ്പെൻഡ് ചെയ്യൽ. പക്ഷേ ഇന്ന് എനിക്ക് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ടൈം ഇവർക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ എണീറ്റ പാടെ പല്ല് പോലും തേക്കാണ്ടാണ് ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ ഇവരെ ഫുഡ് വന്നിട്ടുണ്ട്, ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഇവരെ കൂടെ നടക്കുക, ഇരിക്കുക, തൊള്ളയോടാ. അതൊക്കെ ബ്രെഡ് കാണുമ്പോൾ അവൻ്റെ ഒരു ഇത് ശുഷ്കാന്തി കണ്ടില്ലേ അവന് അവൻ ഭയങ്കര ഫുഡ് കൊതിയനാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു സൈഡിൽ കൂടെ ഫുഡ് പോയാൽ മതി, അതൊന്ന് വേണം. പക്ഷെ ജയ അങ്ങനെയല്ല. പക്ഷേ ഇന്ന് ജയക്ക് നാളെ വിശക്കുന്നുണ്ട് തോന്നുന്നു. ഓറിയൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടാണ് അവന് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ അവൻ്റെ ഫുഡും കൂടി എടുത്ത് തിന്നു. കണ്ടോ, അവനിങ്ങനെ മാറിയിരുന്ന് കൊടുക്കുകയാണ്, തിന്നുകയാണ് കേട്ടോ. എനിക്ക് ഇവരെയാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ടൈമിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടം ഇവരെയാണ്. ഇവരെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ സിനിമ നോക്കും. ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നല്ല, എനിക്കൊരു ചമ്മലും എനിക്കെന്തോ ഒരു ഇഷ്ടമല്ല, അങ്ങനെയാണ്. അതിനിടയ്ക്ക് അവനെന്തോ കുർത്തക്കട അടിച്ചു. ഞാൻ അവനെ വഴക്ക് പറയാം കേട്ടോ. അപ്പോൾ ആ വഴക്ക് പറഞ്ഞതിന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് ഏട്ടൻ ഇവരെ വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ ഇത്ര അറ്റാച്ച്ഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അങ്ങനെ മുമ്പ് ഒരു പെറ്റ്സ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി പെറ്റ്സ് എന്താണ്, നമ്മൾക്ക് എത്രത്തോളം നമ്മൾ അവരിൽ അഡിക്റ്റ് ആവും, അറ്റാച്ച് ആവുമെന്ന്. ഞാൻ പോലും അറിയാണ്ടാണ് ഞാൻ എൻ്റെ ടൈം ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനും കൊണ്ടൊന്ന് നടക്കാം, എന്തായാലും ഇന്ന് കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ അവനെന്തോ കിട്ടിയിട്ട് അവനെന്ത് വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ സാധനം മറ്റേ ഓർഡർ ചെയ്ത ഫുഡും കൊണ്ട് വന്ന്, അപ്പോൾ ഫുഡ് പൊട്ടിച്ചിട്ട് പാക്കറ്റ്സിലാക്കി വെക്കുകയാണ്. എന്നിട്ട് അവർക്ക് രണ്ടാൾക്കും കുറച്ച് കൊടുത്തു, അവർക്ക് ഇഷ്ടമായി. അപ്പം അമ്മ ഉച്ചക്കത്തിലെ കറിയൊക്കെ റെഡിയാക്കാണ്. ആ സമയത്താണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ 4 ചപ്പാത്തിയാണ് കഴിച്ചത്. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു എന്നോട്, ഞായറാഴ്ച എനിക്ക് ലീവ് കിട്ടുന്ന ദിവസം മാത്രമേ എനിക്ക് തെങ്ങിനൊക്കെ വെള്ളമടിക്കാൻ പറ്റൂ. അപ്പം തെങ്ങിനൊക്കെ വെള്ളമടിക്കുന്നിടക്ക് ഏട്ടൻ പറഞ്ഞു മാങ്ങയുണ്ട് ഞങ്ങൾക്ക്. അപ്പം മാങ്ങ പറിച്ചിട്ട് ഉപ്പുമുളക് ഇട്ടിട്ട് പരട്ടിക്കൊടരാൻ പറഞ്ഞു. ഞാൻ പരട്ടിയിട്ട് ഒന്ന് കഴിച്ചു. ഞാൻ ആ വെള്ളമടിക്കുന്ന ഗ്യാപ്പിൽ ആ പണ്ടാരക്കാലം എല്ലാം എടുത്തിട്ട് കഴിച്ചു. അപ്പം നല്ല ലേറ്റായിട്ട് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ നേരം ഞങ്ങൾ അവർക്ക് കണ്ടെത്തുന്ന പച്ചമുളകും വഴുതനയും ചീരയും ഒക്കെ പറിച്ച് കൊടുത്തു. ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ, അങ്ങനെയാണ്. അവർ പോകാൻ നേരത്തെ ഞങ്ങളത് പറിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീടെടുക്കുമ്പോൾ എന്നെ കളിയാക്കിയാട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ചായ ഉണ്ടാക്കുന്ന ഏർപ്പാടില്ല കേട്ടോ. എനിക്ക് വേറെ ഒന്നും കുക്ക് ചെയ്താലും നടക്കില്ലെങ്കിലും ചായ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ആട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫിലിം വെക്കാം. അപ്പോൾ മിന്നൽ മുരളിയാണ് ഞാൻ വെച്ചത്. അമ്പളമ്മ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വെച്ചു. അപ്പോൾ ഞങ്ങൾ മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ട് ചായയെല്ലാം കുടിച്ചു. ഇത് നൈനയാണ്, അമ്പളമ്മൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ അവർ ചച്ചാപ്പാവയൊക്കെ പറഞ്ഞു പോയി. ഇത് ഞാൻ താഴെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താഴെയൊക്കെ തേച്ച് കുളിച്ച് വരുമ്പോഴൊക്കെ ഏട്ടൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്ന് എല്ലാ TV കാണാമെന്ന് വെച്ചാൽ ഞാൻ ഡെസ്പെക്റ്റബിൾ മീ എന്ന് പറഞ്ഞാൽ മിനിയൻസിൻ്റെ സിനിമയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു, ഞാൻ ഉറങ്ങി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗായ്സ്. ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ.